അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും മറ്റേ വാള് വെച്ച് പിന്നെ ഫുള്ള് ലൂസ് മോഷനൊക്കെ അടിച്ചു ഇതായി. മോൻ വെള്ളിയാഴ്ച പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ടായപ്പോൾ തുടങ്ങി വയറുവേദന എടുക്കണേ എന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. നമസ്കാരം. കത്രിക്കടവിലെ അൽഡ്രീം കുഴിമന്തി ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ച നിരവധി പേരാണ് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം നിരവധി പേർ പോലീസിൽ പരാതിപ്പെടുന്നുണ്ട്, ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കുന്നുണ്ട്. പലരും ഇതൊരു സാധാരണ വയറിളക്കമാണ്, ഛർദിയാണ് എന്നാണ് കരുതിയത്. പക്ഷേ പിന്നീട് ഈ വാർത്ത കണ്ടപ്പോഴാണ് ഇവിടെ നിന്ന് കുഴിമന്തി കഴിച്ചിട്ടാണ് തങ്ങൾക്കിങ്ങനെ ഒരു പ്രശ്നം വന്നതെന്ന് മനസ്സിലാകുന്നതും ആശുപത്രിയിൽ ചികിത്സ തേടുന്നതും. ഞാനിപ്പോൾ ചെറായിലാണ് നിൽക്കുന്നത്. ചെറായിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചെറായി സ്വദേശിയായിട്ടുള്ള നന്ദഗോപാൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഷിപ്പ്യാർഡിൽ ജോലി ചെയ്യുന്ന ആളാണ് നന്ദഗോപാൽ. കൂട്ടുകാരൻ്റെ ചിലവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരെല്ലാവരും കൂടി ആണ് ഈ കുഴിമന്തി കഴിച്ചത്. കുഴിമന്തി കഴിച്ചതിന് ശേഷമാണ് വലിയ രീതിയിൽ ഈ വയറിളക്കവും ഛർദിയും നന്ദഗോപാലിന് അനുഭവപ്പെട്ടത്. നന്ദഗോപാലിന് മാത്രമല്ല, നന്ദഗോപാലിൻ്റെ സുഹൃത്തുക്കൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ നന്ദഗോപാലിൻ്റെ സ്ഥിതി അല്പം ഗുരുതരമായി. ബ്ലഡിലേക്ക് ഈ വിഷാംശം കലർന്നു. അങ്ങനെ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്നാണ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിയത്. അപ്പോൾ നന്ദഗോപാൽ പറയും എന്താണ് സംഭവിച്ചതെന്ന്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ്റെ ചെലവുണ്ടായി, കൂടെ വർക്ക് ചെയ്യണവൻ്റെ. അതിന് പോയതാണ്. അതിനങ്ങനെ 5 പേരുണ്ടായി. ജസ്റ്റ് നേരെ അൽഡ്രീമിൽ പോയി ഫുഡ് കഴിച്ച് പിറ്റേ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പോയി കഴിച്ചത്. അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും മറ്റേ വാള് വെച്ച് പിന്നെ ഫുള്ള് ലൂസ് മോഷനൊക്കെ അടിച്ച് ഇതായി. എന്നിട്ട് പിന്നെ ഗവൺമെന്റിൽ പോയി കാണിച്ചു ഞായറാഴ്ച. അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ എടുത്തോളൂ, ജസ്റ്റ് വേറെ കുഴപ്പമൊന്നുമില്ല, മാറിക്കോളെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ മാത്രം എടുത്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോ ടെമ്പറേച്ചർ അങ്ങനെ പനി വന്നിട്ട് മാറണത്. പനി ഇങ്ങനെ ഫുള്ള് പീക്കിൽ വന്നിട്ട് ഒറ്റ ഇത് തന്നെ. അതിന് എന്നിട്ട് പിന്നെ ലൂസ് മോഷൻ ഫുള്ള് വയറ്റിന്ന് പോണ്, വെള്ളം പോലെ ഫുള്ള് പോണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പൊ ഇവിടെ തിങ്കളാഴ്ച രാവിലെ ഇവിടെ വന്ന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴാണ് ബ്ലഡിൽ ഇൻഫെക്ഷൻ കയറിയാണ്. ക്ലാസ്സിങ് കാരണം ഇപ്പൊ ഉപ്പിട്ട് കിടത്തിയാണ്. അപ്പൊ ഇത് 20 എന്തോ പാടുള്ള എന്നാ ഡോക്ടർ പറഞ്ഞു. ഇൻഫെക്ഷന്റെ ലെവൽ എന്തോ ചെയ്യാൻ അങ്ങനെ എന്തോ. അപ്പൊ അത് 140 കയറി എനിക്ക്. അത്രയും റേഞ്ച് കൂടി. അപ്പൊ അത് കാരണം നല്ല രീതിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ കുറഞ്ഞ് ഇനിയിപ്പോ റെഡിയാക്കി എടുക്കാം. അതാണ് ഈ വന്നപ്പോ തുടങ്ങി ഇങ്ങനത്തെ ട്രിപ്പ് ഈ സാധനത്തിൽ തന്നെ തന്നെ കിടന്ന്. പിന്നെ ബാക്കിയുള്ളവർക്ക് വലിയ സീനില്ല. അവര് ഇതോട്ട് 2 ദിവസം കിടന്ന്. ബാക്കിയുള്ളവർക്ക് അത്ര സീൻ ഉണ്ടായില്ലെന്ന് പറഞ്ഞു. എനിക്ക് നല്ലോണം കിട്ടി. നന്ദഗോപാലിൻ്റെ അമ്മ ബിനിത ചേരുന്നുണ്ട്. മോന് എപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയത്? മോൻ വെള്ളിയാഴ്ച പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ടായപ്പോൾ തുടങ്ങി വയറുവേദന എടുക്കണേ എന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. 3-4 പ്രാവശ്യം വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ കുറച്ച് നേരം കഴിയുമ്പോൾ മാറിക്കോളൂ എന്നും പറഞ്ഞ് ഇവരങ്ങനെ അങ്ങനെ പിന്നീട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുനമ്പത്ത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഗുളികയൊക്കെ കഴിച്ചപ്പോൾ ഛർദി നിന്ന കാരണം വീട്ടിലേക്ക് മെഡിസിനൊക്കെ തന്നു വിട്ട് കഴിച്ചുകൊണ്ടിരിക്കാതെ വീണ്ടും കയ്യിൽ നിൽക്കുകയാണ് പനി. അപ്പോൾ മരുന്ന് കഴിക്കണല്ലേ ഉള്ളൂ, കുറയുമല്ലാന്ന് ഹസ്ബൻഡും പറഞ്ഞ് അങ്ങനെ നിന്ന് ഒരു പിറ്റേ ദിവസമായപ്പോഴേക്കും കുറയാതെ ഇപ്പോൾ ഇവിടെ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുവന്നത്. അവനാകെ ആവശ്യതയായി, ഞങ്ങളും ആകെ പേടിച്ച്. ഇങ്ങനത്തെ കണ്ടീഷനും കുഴിമന്തി കഴിച്ചിട്ടുണ്ടല്ലോ, കുഴിമന്തിയിൽ നിന്ന് പലർക്കും പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആകെ വിഷമിച്ചാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്ന് ഇപ്പം 3-4 ദിവസമായി. ഇപ്പോൾ വന്നേ പിന്നെ ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറവായിട്ടുണ്ട്. എന്നാലും ഇൻഫെക്ഷൻ വളരെ കൂടിപ്പോയി. CSP എന്നാണ് പറഞ്ഞത്. ഒരു 15-20 ഇടയ്ക്ക് വരേണ്ടത് 140 സംതിങ് വന്നു. അത് ബ്ലഡിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? ഡോക്ടർ ഇത് നാളെ മറ്റന്നാൾ പോകാതിരിക്കും എന്ന് വിചാരിക്കണം. ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ വല്ലാതെ ആയിപ്പോയി, അതുകൊണ്ട് അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞ് മരുന്ന് ഇഞ്ചക്ഷനായിട്ടും കുറേ മരുന്ന് കയറ്റി. 24 അവർ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വന്ന് 13,000 ബില്ല് ആയി. പിന്നെ 3,000 രൂപ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന നേരം കൊണ്ട് അടച്ച്. പിന്നെ ഇന്നിപ്പോൾ ഒരു 15,000 ബില്ല് തന്നിട്ടുണ്ട്. ഇത് വാർത്ത അറിഞ്ഞപ്പോഴാണോ നിങ്ങളിത് ശ്രദ്ധിക്കുന്നത്? ഇത് കുഴിമന്തി കഴിച്ചിട്ടാണെന്നറിയാം. പിന്നെ ചാനലിലൊക്കെ കണ്ട് അപ്പോൾ ഞങ്ങൾ ഇവനും ഇതിൽപ്പെട്ടതാണ് മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ
പേടിച്ചു പോയി. എനിക്ക് എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അമ്മ കുഴിമന്തി കഴിച്ച് ഓരോരുത്തർക്ക് അപകടം പറ്റിയതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എൻ്റെ കണ്ടീഷൻ വളരെ മോശമായിട്ടിരിക്കണായിരുന്നു ആ സമയത്ത്. വെറുതെ അറിയാതെ പോയിക്കൊണ്ടിരിക്കണായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമെന്നാണ് പറയുന്നത്. ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞത് തന്നെ. ഇപ്പോൾ എന്തായാലും ആശുപത്രി ചികിത്സയിൽ തുടരുകയാണ്. ഇനി നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പലരും ഈ അൽഡ്രീം കുഴിമന്തി ഹോട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ 50 പേര് അല്ലെങ്കിൽ 40 പേര്, ഇത്രയും പേർക്ക് മാത്രമേ ഭക്ഷ്യവിഷബാധ ഏറ്റുള്ളൂ, 200ഓളം പേർക്ക് കഴിച്ചവർക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അതായത് ഈ വാർത്ത വരുമ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് തങ്ങൾക്ക് വയറുവേദന വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഛർദി വന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ വാർത്ത കാണുമ്പോഴാണ്. അല്ലാതെ സാധാരണ ഒരാൾ വിചാരിക്കുന്നത് നോർമലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാമെന്നാണ്. പക്ഷേ വാർത്ത വരുമ്പോൾ മാത്രമാണ് ഇത് അറിയുന്നത്. പിന്നീട് ഇത് പലരും പോലീസിൽ പരാതികൾ നൽകുന്നതും ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പലർക്കും അന്ന് ആ സമയത്ത് കഴിച്ച എല്ലാവർക്കും ഈ ഭക്ഷ്യവിഷബാധ ഏറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന നമുക്ക് ഈ ഓരോ ദിവസവും കൂടുന്തോറും ഓരോ പരാതി വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറായിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.